ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്നറിയോ? ഇത് കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇത് വേറെ ഒരു സാധനമല്ല, ഇത് ആ സാധനമല്ല കേട്ടോ. ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് ചോറ് വെച്ച വെള്ളം നമ്മൾ ഊറ്റുമല്ലോ, അതിൻ്റെ വെള്ളമാണിത്. ആ വെള്ളം ഞാൻ എടുത്തിട്ട് രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചു. അപ്പം നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം നല്ലൊരു ഗ്ലോ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് എവിടെയെങ്കിലും പോകണം എന്നുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യാം, തലേന്നത്തെ ചോറിൻ്റെ ഈ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് പോകുന്നതിന് രാവിലെ നമ്മൾ മുഖത്ത് ഒരു 10-20 മിനിറ്റ് നമ്മളൊന്ന് പിന്നെ എന്താണ് മസാജൊക്കെ ചെയ്ത് കഴുകിയിട്ട് 10-15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ലുക്ക് ഉണ്ടാവും. അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞാൻ അത്ര വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതേ വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ ഈ 2 കൈ ഉണ്ടല്ലോ, നല്ല വൃത്തിയിൽ സോപ്പിട്ട് കഴുകണം, ഇല്ലെങ്കിൽ കുരു വരും. ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ മിക്കവാറും അങ്ങനെയാണ്. എന്തെങ്കിലും ഉപയോഗിക്കാൻ സമയത്ത് കൈ അങ്ങനെ വൃത്തിയായി ശ്രദ്ധിക്കാറില്ല. വേഗം എടുക്കുക, മോന്തയ്ക്കിട്ട് പുരട്ടിക്കൊണ്ടിരിക്കാം. പക്ഷേ ഒന്നാമത് എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് എപ്പോഴും കുരുവും എല്ലാം ഉള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കൈ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അതാകുമ്പോൾ കൂടുതൽ പ്രശ്നം. അപ്പോൾ ഇതെന്നാകുമ്പോൾ ഞാനിങ്ങനെ കഞ്ഞിവെള്ളം വിരലിടുന്നു, ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നു. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്. ചിലർക്ക് തണുപ്പ് പിടിക്കില്ല, പക്ഷെ എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് തണുപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതേ ഉള്ളൂ. ഉണ്ടോ, നല്ല സുഖമുണ്ട് ഇങ്ങനെ പുരട്ടുമ്പം തന്നെ. വേണമെങ്കിൽ നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. ഞാൻ അങ്ങനെ കോട്ടൻ്റെ തുണിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ വിരലുകൊണ്ട് തന്നെയാണ്. നമുക്ക് 2 കൈ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരു കോട്ടൺ അല്ലേ. എന്നിട്ട് ഇങ്ങനെ നോക്കാം. ഒരു മസാജ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം വെച്ച് മസാജ് ചെയ്യാം നന്നായിട്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മുകളിലോട്ടൊന്നും ആക്കേണ്ടത്, താഴോട്ടൊന്നും ആക്കിക്കരുത്. നല്ലൊരു സുഖമുണ്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ. ഞങ്ങൾ 2-3 പേര് ഇങ്ങനെ ചെയ്ത് നോക്കി, അപ്പോൾ നല്ല മാറ്റമുണ്ട്. എനിക്ക് മാത്രമല്ല, അവർക്കും മാറ്റമുണ്ട്. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം പിന്നെ ദേഹത്ത് വീടുന്നകത്ത് ഓർത്തിടുക. എല്ലാ സാധനങ്ങളും നമുക്ക് പിന്നെ ചേരണമെന്നില്ല. അലർജി പ്രശ്നമുണ്ടോ? ചില കഞ്ഞിവെള്ളമായാലും പച്ചവെള്ളമായാലും ചിലവർക്ക് അതൊരു പ്രശ്നമായിരിക്കും. അപ്പം നമുക്ക് വല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടോയെന്ന് നമ്മൾക്കെല്ലാം അറിയാൻ പറ്റും, ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉപയോഗിക്കരുത്. ഇത് നല്ല ഏത് സാധനമായാലും. ഞാൻ ഇത് തന്നെയാണ് മുക്കുന്നത്. ഞാൻ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ ഇപ്പോൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇതുണ്ടോ, നല്ല തണുപ്പിട്ടുമ്പോൾ നല്ലൊരിത്. ഞാൻ കണ്ണിന് ചുറ്റുമാണ് ആക്കുന്നത്. കഞ്ഞിവെള്ളമായതുകൊണ്ട് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ണിനകത്തോട്ടൊന്നും ആക്കണ്ട. വേറെ കെമിക്കലൊന്നും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാം. 2-3 ദിവസം അടുപ്പിച്ച് ചെയ്തു, നല്ല മാറ്റം. ഒരു പ്രാവശ്യം തന്നെ നമുക്ക് നല്ല സുഖമാണ്, നല്ലൊരു സമാധാനം പോലെയുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. കേട്ടോ, അവനെ കൂടുതൽ മസാജ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളം മുക്കിയാൽ മതി. അങ്ങനെ
കുറച്ച് സമയം നമുക്ക് വെക്കാം. നല്ല തണുപ്പായിട്ട് നല്ല സുഖമുണ്ട്. അങ്ങനെ ഞാൻ കഞ്ഞിവെള്ളമെല്ലാം ഞാൻ മുഖത്തെല്ലാം പുരട്ടി മസാജെല്ലാം ചെയ്തു പുരട്ടി കുറച്ച് സമയം വെക്കാം. എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഞാൻ സാധാരണ ഒന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഈ ബ്യൂട്ടി ടിപ്സ് ഒന്നും അങ്ങനെ ചെയ്യുന്ന ആളൊന്നല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കണ്ണിനുണ്ട് ഡാർക്ക് സർക്കിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2-3 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കഴുകിക്കളയാം. അങ്ങനെ ഇത് നമ്മൾ കഞ്ഞിവെള്ളം ഉണങ്ങി പിടിച്ചിരുന്നു. ഞാൻ എന്നിട്ട് കഴുകി കേട്ടോ, കഴുകി വന്നു. കണ്ടോ, നല്ലൊരു ഫ്രഷ് ആയിട്ടില്ലേ? ഞാനൊരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. കണ്ടോ, അപ്പം തന്നെ ഒരു ആശ്വാസം എന്നൊക്കെ പറയാം. എന്തോ ഒരു മുഖത്തിനൊക്കെ ഒരു സുഖം, കണ്ണിനൊക്കെ നല്ല തണുപ്പൊക്കെ കിട്ടി. നല്ല മാറ്റമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ വേറെ പ്രൊഡക്റ്റുകളൊന്നും ഞാൻ ഉപയോഗിക്കില്ല. നല്ലൊരു സുഖമുണ്ട് നമ്മുടെ ഇതിനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു കമൻ്റ് ഇടും, വീഡിയോ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ടാറ്റാ, ബൈ.